ദക്ഷിണേശ്വര വിഗ്രഹത്തിൻ്റെ കൈകളെക്കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ചില അറിവുകൾ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. ദക്ഷിണേശ്വര വിഗ്രഹത്തിൻ്റെ ഇരു കൈകളും ചിന്മുദ്രയോടുകൂടിയുള്ള അഭയമുദ്രയാണ് പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ രണ്ട് കൈകളും ഒരുപോലെയല്ല കാണപ്പെടുന്നത്. വലത് കൈ പൂർണ്ണമായും പുറത്തേക്ക് അഭിമുഖമായിരിക്കുമ്പോൾ ഇടത് കൈക്ക് സൂക്ഷ്മമായി മുന്നോട്ടൊരു ചെരിവുണ്ട്. അഭയമുദ്ര സംരക്ഷണം, ഉറപ്പ്, നിർഭയത്വം, മാർഗനിർദ്ദേശം എന്നിവയെ സൂചിപ്പിക്കുന്നു. അഭയം എന്നാൽ ഭയത്തിൽ നിന്ന് മോചനം നൽകുന്നത്. ഭഗവാൻ ഭക്തനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒരു ദോഷവും സ്പർശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ ലോകത്തിലും അതിനുശേഷവും ഞാൻ നിന്നെ സംരക്ഷിക്കും. നിന്റെ ഭയം ഉപേക്ഷിക്കുക, ഭയപ്പെടാതെ മുന്നോട്ടു പോകുക. അഭയമുദ്രയിലുള്ള ഒരു മൂർത്തി നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കുകയും പ്രാണനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി ദക്ഷിണേശ്വരൻ്റെ ചിന്മുദ്രയിലേക്ക് നോക്കൂ. പരമാത്മാവാകുന്ന പെരുവിരലും അഹങ്കാരമാകുന്ന ചൂണ്ടുവിരലും ലയിക്കുമ്പോഴുണ്ടാകുന്ന ജ്ഞാനത്തെ ആ ചിന്മുദ്ര സൂചിപ്പിക്കുന്നു. അത് ഭക്തനോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിന്റെ ഈശ്വരൻ നിന്നിൽ കൂടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ രക്ഷയും നിന്റെ ശിക്ഷയും നിന്റെ പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ദക്ഷിണേശ്വരൻ്റെ വലത് കൈ സംരക്ഷണവും അനുഗ്രഹവും മാർഗനിർദ്ദേശവും ഉറപ്പു തരുമ്പോൾ ഇടതുകൈയുടെ മുന്നോട്ടുള്ള ചെരിവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇടതുകൈ ഒരു ഭക്തൻ്റെ നാശത്തെ തടയുന്നു. എങ്ങനെയുള്ള നാശത്തെയാണ് തടയുന്നത്? ഒരു ഭക്തൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള നാശം. ഒരു ഭക്തൻ്റെ ശത്രു ആരൊക്കെയാണ്? ഒരു ഭക്തൻ്റെ മുന്നോട്ടുള്ള പാതയെ തകർക്കാൻ സാധ്യതയുള്ള എന്തും ശത്രുവാണ്. ഒരു ഭക്തൻ്റെ ശത്രു അവൻ്റെ പുറത്തു മാത്രമല്ല ഉള്ളത്, അവൻ്റെ അകത്തുമുണ്ട്. ഒരു ഭക്തൻ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം. ആ വ്യക്തി ചെയ്യുന്ന ദുർമന്ത്രവാദങ്ങളാകാം, ആഭിചാര കർമ്മങ്ങളാകാം. അപ്രതീക്ഷിതമായ പ്രതികൂല സാഹചര്യങ്ങളോ ദുരന്തങ്ങളോ ദൗർഭാഗ്യങ്ങളോ ആകാം. എന്നാൽ തൻ്റെ തന്നെ ഉള്ളിലെ വിനാശകരമായ ആശകളോ വികാരങ്ങളോ വിപരീത ചിന്തകളോ ആകാം. സ്വന്തം ആത്മാവിനെയും ജീവനെയും തകർച്ചയിലേക്ക് നയിക്കുന്ന സ്വന്തം ഉള്ളിലെ പ്രവണതകളാകാം. ദക്ഷിണേശ്വരൻ്റെ ഇടത് കൈ ഒരു ഭക്തനോടുള്ള പ്രഖ്യാപനം കൂടിയാണ്. ഞാൻ നിനക്കും നിന്റെ നാശത്തിനുമിടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. എന്നെ മറികടന്നല്ലാതെ ഒരു നാശവും നിന്നിലെത്തില്ല. ഒരു ഭക്തന് അനുഗ്രഹം ചൊരിയുക മാത്രമല്ല, സംരക്ഷണ കവചം കൂടിയായും പ്രവർത്തിക്കുന്ന ഒരു അത്യപൂർവ ശക്തിയുള്ള ഒരു മൂർത്തിയാണത്. ഇനി എന്തുകൊണ്ടാണ് ഇടത് കൈ? ഇടതുവശം ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശക്തി എന്നാൽ സാക്ഷാൽ ശക്തി സ്വരൂപിണിയായ ദേവി. നെഗറ്റീവ് ഊർജങ്ങൾ വഴിതിരിച്ചുവിടാനോ നിർവീര്യമാക്കാനോ യോഗികൾ ഇടത് കൈ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ഭക്തനും ഭക്തൻ്റെ നാശത്തിനുമിടയിൽ നിലയുറപ്പിച്ചിട്ടുള്ള മൂർത്തിയാണ് ദക്ഷിണേശ്വരൻ. ദൂരെ നിന്ന് അനുഗ്രഹിക്കുന്ന ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി ദക്ഷിണേശ്വരൻ ഭക്തനെതിരെയുള്ള ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് സജീവമായി നിലകൊള്ളുന്ന ഒരു സംരക്ഷകനാണ്. ശത്രുക്കളിൽ നിന്നും നാശത്തിൽ നിന്നും അപകടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള എണ്ണമറ്റ ഭക്തരുടെ അനുഭവങ്ങളുണ്ട്. അവയൊന്നും യാദൃശ്ചികമല്ല. ഭക്തനെ സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ഒരു മൂർത്തിയുടെ അദൃശ്യമായ ഇടപെടലുകളുടെ ഫലങ്ങളാണ് അവയെല്ലാം. അപകടങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടിയിട്ടുള്ള എത്രയോ ഭക്തരുടെ അനുഭവങ്ങളുണ്ട്. മരണം വരെ സംഭവിച്ചേക്കാവുന്ന അപകടങ്ങൾ, പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള മറ്റുള്ളവരുടെ ആക്രമണങ്ങൾ, രോഗങ്ങൾ, മാനസിക പോരാട്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ഇവയെയെല്ലാം ഒരു നിഗൂഢ ശക്തി വഴിതിരിച്ചുവിടുന്നതായി എത്രയോ ഭക്തർക്കാണ് അനുഭവമുള്ളത്.
അപകടങ്ങളിൽ നിന്നും അതിശയകരമായി രക്ഷപ്പെടുന്നു. ശത്രുക്കൾ പെട്ടെന്ന് പിന്തിരിയുന്നു. ഉപദ്രവിക്കുന്നവരുടെ വീര്യവും പകയും നഷ്ടമാകുന്നു. രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു. നഷ്ടങ്ങൾ നേട്ടങ്ങളായി മാറുന്നു. അങ്ങനെ എന്തെല്ലാം എത്രയെല്ലാം അനുഭവങ്ങൾ. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഭക്തൻ വിളിക്കാതെ തന്നെ രക്ഷയ്ക്കെത്തുന്നു എന്നതാണ്. അതിനാൽ തന്നെ അത്തരം സംരക്ഷണം പലപ്പോഴും പല ഭക്തരും തിരിച്ചറിയാറില്ല. ചില അപകടങ്ങൾ ഭക്തനിലെത്തും മുന്നേ തന്നെ പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടിട്ടുണ്ടാകും. ചിലതാകട്ടെ ഭക്തനു മുന്നിൽ തന്നെ വഴിമാറിപ്പോകുന്നതായി കാണാനാകും. പലർക്കും പിന്നീടാണ് അപകടത്തെപ്പറ്റി മനസ്സിലാകുന്നത് തന്നെ. ചില ഭക്തരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അവയെല്ലാം വലിയൊരു ദുരന്തം നിശബ്ദമായി തടയപ്പെട്ടതാകാം. പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ഗുരുബാബയുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു: എൻ്റെ ഭക്തർക്ക് നാശമില്ല. ഗുരുബാബയെ അറിയാൻ കഴിയാതെ പോയ പലരും അതൊരു വെറും അവകാശവാദമാണെന്നാകും കരുതിയിട്ടുണ്ടാകുക. എൻ്റെ ഭക്തർക്ക് നാശമില്ല എന്നാണ് ഗുരുബാബ പറഞ്ഞത്. ഗുരുബാബയുടെ ഭക്തൻ എങ്ങനെയുള്ളവനാണെന്ന് വളരെ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. തൽക്കാലം ഇത്രയും പറയട്ടെ. ഗുരുവെന്ന പ്രകാശത്തിന് ആത്മാവിൽ പ്രവേശിക്കണമെങ്കിൽ സ്വന്തം ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം. കമ്പിത്തിരിയിൽ നിന്നും കമ്പിത്തിരി കത്തിക്കാൻ എളുപ്പമാണെന്ന് ഗുരുബാബ പറയാറുള്ളതുപോലെ ഗുരുവിൻ്റെ ഊർജം തന്നിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ഗുരു ഉപദേശിക്കുന്ന അനുഷ്ഠാനങ്ങൾ പാലിക്കണം. തൻ്റെ ജീവനും ആത്മാവും ഗുരുവിന് സമർപ്പിച്ചവനാണ് ഭക്തൻ. സ്വന്തം ആത്മാവിൽ സ്വീകരിക്കാത്ത ഒരു ഭക്തനെ ഒരു ഗുരുവിനും ദൈവത്തിനും രക്ഷിക്കാനാകില്ല.